പൂമുഖത്തിണ്ണയിൽ നിന്നു കാലിട്ടു കാലത്തിനടുത്തെത്തി പൂവിളി കൊണ്ടു തലോടിയെന്നുള്ളിൻ്റെ പൂമുഖവാതിൽ തുറന്നു പൂശിയ നാമുഖത്തായി മറഞ്ഞു പൂക്കളം കാണുന്ന പൂമരം പോലെ നീ പൂമുഖത്തിണ്ണയിൽ നിന്നു. എല്ലാവരെയും നല്ല രീതിയിൽ പ്രസന്റ് ആക്കി. സോ താങ്ക് യു. നമ്മൾ ഒഫീഷ്യൽ പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് ചിങ്ങം 1 നിങ്ങളുടെ എല്ലാവരുടെയും ദിനം, നമ്മുടെ എല്ലാവരുടെയും ദിനം, കർഷക ദിനം. ആദ്യം തന്നെ നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷയായ ചാളൂർ ഗ്രാമപഞ്ചായത്ത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ഷില്ലി ജിജുമോൻ എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം അമിതമായ കീടനാശിനി, അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതിനെല്ലാം തടയിടാൻ വിഷം വാങ്ങി ഇനി നമ്മൾ കഴിക്കരുത്. സ്വന്തം വീട്ടുമുറ്റത്ത് ഒരു പച്ചക്കറിത്തോട്ടം, ആ പച്ചക്കറിത്തോട്ടത്തിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളായി ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കാനും സമൂഹത്തെ നല്ലൊരു സന്ദേശം കൊടുക്കാൻ ചാഴൂർ ഗ്രാമപഞ്ചായത്തിന് കഴിയട്ടെ. അതിനെ നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനെ പോരാടണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റോഡരികിലുള്ള കാടുകളും പുല്ലുകളും വെട്ടി അവിടെ ജൈവ പച്ചക്കറി പൂക്കളും ഒരുക്കാൻ പഞ്ചായത്ത് ഇന്നു മുതൽ അതിന് പ്രതിജ്ഞാബദ്ധരാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കർഷക സദസ്സ് കേരള സംസ്ഥാന കൃഷി വകുപ്പിനും നാട്യ മണ്ഡലത്തിന് വേണ്ടി ഉദ്ഘാടനം ചെയ്യട്ടെ. അടുത്ത താന്യം പഞ്ചായത്തും വലപ്പാട് പഞ്ചായത്തും അന്തിക്കാട് പഞ്ചായത്തും അവണിശ്ശേരി പഞ്ചായത്തിലും ഓടി എത്തുന്നതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പോകുന്നത്. പോകാനുള്ള അനുമതി ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അവിടെ എത്തിയിട്ടുള്ള എല്ലാ കർഷകർക്കും ആശംസകൾ അറിയിക്കുകയാണ്. ഓണം വരുന്നതിന് മുമ്പ് നമുക്കറിയാം, ഇപ്രാവശ്യം കർക്കിടക മാസത്തിലാണ് അത്തം പിറന്നിട്ടുള്ളത്. സാധാരണ ചിങ്ങമാസത്തിലാണ് അത്തം തുടങ്ങാറ്. പ്രാവശ്യം അത് കർക്കിടകത്തിൽ തന്നെ തുടങ്ങി. കർക്കിടക അവസാന ദിവസം തൊട്ട് അത്തം തുടങ്ങി. നമുക്ക് എല്ലാവരും വീട്ടിൽ പൂക്കളവും കാര്യങ്ങളും എല്ലാം ഇടുന്നവരായിരിക്കും. എല്ലാവർക്കും ഓണാശംസകളും നേർന്നുകൊണ്ട് നമ്മൾക്ക് ഇവിടെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സംസാരിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. ബഹുമാന്യ പ്രസിഡന്റ് ഷില്ലി ജിജിമോൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നാട്ടിക MLA ഗീതാ ഗോപി, സർ അടക്കമുള്ള എല്ലാ മെമ്പർമാരുടെയും പേരെടുത്ത് പറയുന്നില്ല. ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ബഹുമാന്യരായ പഞ്ചായത്ത് മെമ്പർമാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പാഠശാല സമിതി ചെയർമാൻ കൺവീനർമാരെ, ഓർമ്മിക്കുന്ന ഒരു ദിവസവും മലയാള വർഷം ആരംഭിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. നമ്മുടെ തിരുവോണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി കാർഷിക മേഖലയിലെ പുതിയ തലമുറ കാർഷിക വൃത്തിയിൽ ഇറങ്ങുന്നില്ല എന്നുള്ളൊരു വിഷമം നമ്മളിന്ന് ഓർത്തു പോകേണ്ടതുണ്ട്. പക്ഷെ മാനിക്കപ്പെടുന്ന ഒരു ദിവസം, അവർക്ക് വേണ്ടി ഒരു ദിവസം എന്നുള്ള നിലയിൽ. അപ്പോൾ അവാർഡിന് അർഹരായവരും അല്ലാത്തവരുമായ എല്ലാ കർഷകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ. കർഷക ദിനത്തിൻ്റെ ആശംസകളും അതുപോലെ തന്നെ ഓണത്തിൻ്റെയും സമ്പൽ സമൃദ്ധമായ ഒരു പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.
ചിങ്ങം 1 നമ്മുടെ നാട്ടിൽ എല്ലാ പഞ്ചായത്തുകളിലും കാർഷിക ദിനമായിട്ട് ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചാഴൂർ പഞ്ചായത്തും നേരത്തെ പറഞ്ഞ പോലെ സൂചിപ്പിച്ച പോലെ കർഷകർ അല്ലെങ്കിൽ കൃഷിഭൂമി ഏറ്റവും കൂടുതലുള്ള പഞ്ചായത്തുകളിലൊന്നാണ് നമ്മുടെ ചാഴൂർ ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ കർഷകരാണ് നമ്മുടെ രാജ്യത്തിന് നട്ടല്. നമുക്ക് പാടത്ത് പണിയെടുക്കുന്ന ആളുകളെ നമ്മൾ ദൈവമായി കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ടൊക്കെ. നമ്മുടെ കാലാവസ്ഥയിൽ വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മുടെ കാർഷിക വൃത്തിയെ വളരെയേറെ സ്വാധീനിച്ചിട്ടുമുണ്ട്. നേരത്തെ ആണെങ്കിൽ ഇപ്പോൾ ത്രിതല പഞ്ചായത്തുകൾ എല്ലാം കാർഷിക മേഖലയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തു. പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തുകൾ വളരെ മുന്നിൽ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ ഈ 3 കർഷകർക്കും എൻ്റെ വാർഡിൽ അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം. നമ്മൾ ചിങ്ങം 1 മലയാള വർഷത്തിൻ്റെ ആരംഭം. അപ്പോൾ എനിക്ക് ഇത് ആഘോഷമാക്കി മാറ്റുന്നതിൻ്റെ ഒരു ഭാഗമായി തുടർന്നുള്ള വർഷങ്ങളിൽ 2 ഇനം കൂടി ചേർക്കണമെന്ന് ഞാൻ ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. ഒന്ന്, ഇതിലൊരു ഇനമായിട്ട് മികച്ച വിളവ് നേടുന്ന പാടശേഖര സമിതികളെ കൂടി ഒരെണ്ണമായിട്ട് ഉൾപ്പെടുത്തി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ എന്താ പറയുക, ഓൾ ഇൻ ഓൾ ആയിരുന്ന ആൾ കൂടിയാണ് ആന്റണിയേട്ടൻ. പിന്നെ ഞങ്ങളുടെ പാടശേഖരത്തിൻ്റെ ഒരു അംഗമായിട്ടുള്ള ശ്രീ നബീൽ. കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ നെല്ലിനും ജാതിക്കും നാളെ തെങ്ങിനും എല്ലാം വിലയുണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് 2 തെങ്ങ് വെച്ചിട്ട് കാര്യമില്ല. ഈ വീഡിയോ നമ്മുടെ ഈ പരിപാടി മുഴുവൻ കവർ ചെയ്തു. നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഈ കർഷക ദിനം നല്ലൊരു ഇതായിട്ട് വരും. എല്ലാവരും അത് കാണണം. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഷാജി ബ്രോ ഇവിടെ ഇരിക്കുന്നത്, അദ്ദേഹത്തിന് ഒരു നന്ദി അറിയിക്കണം. നമസ്കാരം. അവാർഡ് എന്താ സന്തോഷമുണ്ടോ? വളരെ സന്തോഷമുണ്ട്. എത്രാമത്തെ അവാർഡാണ്? ഇതൊരു 4ാമത്തെ അവാർഡാണെന്ന് എന്റെ മനസ്സിൽ. നല്ല കർഷകനറിയാം. ഞാനവിടെ വരാറുണ്ട്, കാണാറുണ്ട്, പുള്ളി തരാറുണ്ട് ഇല്ലേ? കൊള്ളി തരാറുണ്ട്. നമ്മൾ എത്ര വർഷം എന്തുണ്ട്? നമ്മളിപ്പോ ഒരു 3 വർഷം 3-4 ഉണ്ട്. അവിടെ ഹോംസ്റ്റേലൊക്കെ ആൾക്കാർ വരില്ലേ? ഹോസ്റ്റല് നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. പച്ചക്കറി ഉണ്ടാകുമ്പോഴേ ആൾക്ക് കുറച്ച് കൊടുത്തോട്ടെ. ഹോം സ്റ്റേയിൽ ആൾക്കാർ കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് അധികരിച്ച് അങ്ങോട്ട് ചെലവാകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മള്
ചേന, കൊള്ളി, അതാണ് നമുക്ക് സാധനം ചെലവാവണം. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ നമുക്ക് ചെലവാവണ്ടേ, അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പൊ അത് കുറയുമ്പോൾ നമ്മൾ ഏതാണ് വരുമാന മാർഗം അധികം ബുദ്ധിമുട്ടാണ്ട് ചെയ്യാൻ പറ്റുന്നത് മഞ്ഞൾ കൃഷിയൊക്കെയാണ്. അപ്പൊ അതിലേക്ക് ഒരു നെൽകർഷകനെ മനക്കുടി പാടശേഖരത്തിൽ നിന്ന് ഒരു 10 വർഷം മുന്നേ. അപ്പൊ കൃഷി പണിയുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിന് സമയമില്ലല്ലോ ഇപ്പൊ. ഇനിയും അപേക്ഷ വെക്കാൻ ഞാൻ വേറെ മേഖലയല്ല. ജില്ലയിലേക്ക് ഒരു അവാർഡിന് വേണ്ടിട്ട് ശ്രമിക്കണം, നന്നായി ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. എന്റെ ലോകം സിനിമ ലോകത്തേക്ക് പോകണം. അപ്പോ ഈ തിരുവോണനാളിൽ പുള്ള് ഗ്രാമത്തിന്റെ കഥ ഷോർട്ട് ഫിലിമായിട്ട് പറയുന്നത് അതിജീവനത്തിന്റെ പടവുകൾ തിരുവോണനാൾ 11:30 ദിവസം ആദിപുറ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവരും കാണണ്ട. വിളിക്കല്ലേ നമുക്ക്?